വില്യാപ്പള്ളി ചേലക്കാട് റോഡ് നിർമ്മാണത്തിൽ വടകര റീച്ചിന്റെ പ്രവൃത്തി തുടങ്ങാനുള്ള നടപടികൾക്കായി കെ രമ എംഎൽഎയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. അക്ലോത്ത് മുതൽ ചേലക്കാട് വരെയുള്ള പ്രവൃത്തി കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. വടകര മേഖലയിൽ മുഴുവൻ സ്ഥല ഉടമകളുടെയും അനുമതി ഇതിന് ലഭിച്ചില്ല. ഇവിടെ റോഡിന്റെ മാർക്കിംഗ് പ്രവൃത്തി 13-ന് ആരംഭിക്കാൻ യോഗത്തിൽ തീരുമാനമായി. അപ്പോൾ തുടക്കം നമ്മൾ പോയപ്പോൾ വളരെ നെഗറ്റീവായിട്ടാണ് ആളുകൾ മുഴുവൻ അപ്രോച്ച് ചെയ്ത്. പക്ഷേ പിന്നീട് തുടങ്ങിയെന്ന് തോന്നിയപ്പം പിന്നീട് ഇത് മാറി. അപ്പോൾ അവിടെ കൂടുതൽ ആളുകൾ ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറായത് കച്ചവടക്കാരിൽ മാത്രമേ ഒരു പ്രശ്നം വന്നിട്ടുള്ളൂ. അപ്പം കോടതിയിൽ പോയിട്ടുണ്ട്, ഹൈക്കോടതിയിലുണ്ട്, അതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ എന്നാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് അവസാനം അതിലേക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് തന്നെയാണ് ആലോചിച്ചത്. അപ്പോൾ ഇത് ഏതായാലും ഇനി നമുക്ക് വടകര റീച്ചും കൂടി തുടങ്ങും എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാം. ഈ മീറ്റിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ വടകരയിൽ നിന്ന് തന്നെ ഇപ്പം നമ്മൾ നേരത്തെ ആലോചിച്ചത് ആദ്യം സെക്കൻഡ് റീച്ച് എന്ന നിലയ്ക്ക് നെക്സ്റ്റ് റീച്ച് നിന്ന് അവിടേക്ക് തുടങ്ങുക എന്നുള്ളതിനും അത് വേണ്ട. പ്രഭാഷണമൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും അത്തരം വലിയ പ്രശ്നമില്ല മാർക്കറ്റ് റോഡിൽ എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വടകരയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള തീരുമാനം ഈ മീറ്റിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് എടുക്കാം. രണ്ടാമതൊന്ന്, നമ്മൾ എല്ലാവരും മുനിസിപ്പാലിറ്റിയും MLAയും മെമ്പർമാരും കൂടെ ഉദ്യോഗസ്ഥന്മാരെയും കൂടെ ഒന്നിച്ച് ഈ ഒരു മാർക്ക് ചെയ്യലൊന്ന് ഇറങ്ങാം. ആ ഇറങ്ങുമ്പോൾ തന്നെ അതൊരു പോസിറ്റീവായ ചർച്ച ചെയ്യുക. അപ്പോൾ എവിടെയാണ് പ്രശ്നങ്ങൾ അപ്പം തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് അവരെ കാണേണ്ടതായ തീരുമാനങ്ങൾ നമുക്ക് എടുക്കാം. അപ്പം അങ്ങനെ ഒരു അടുത്ത ഘട്ടം അധികം വൈകാതെ അടുത്ത ആഴ്ച തന്നെ നമുക്ക് അതിലേക്ക് ഇറങ്ങേണ്ട ഒരു ആലോചന നടത്തണം. പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ വിഷയം നമ്മളിന്ന് KCBയും ഇവരൊക്കെ വിളിക്കാൻ കാരണം ഈ ഒരു സ്ഥലത്തിൻ്റെ ഇഷ്യൂവും ഒക്കെ വലിയ തോതിൽ പറഞ്ഞതുകൊണ്ട് അത് നമുക്ക് തടസ്സമായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വേർഷനും കൂടി നമ്മൾ കേൾക്കണം എന്നുള്ളത് കൊണ്ട് അവരെയും കൂടെ വിളിച്ചത്. തീർച്ചയായിട്ടും ആ മേഖലയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് അതിൻ്റെതായ രൂപത്തിൽ തന്നെ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കാൻ സാധിക്കും. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇത്തരം വികസനങ്ങളിൽ KCBൻ്റെതായാലും വാട്ടർ അതോറിറ്റി ആയാലും ഒക്കെ നമ്മൾ ആ തരത്തിൽ തന്നെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. അതൊന്നും പ്രശ്നമല്ല. അപ്പം അത് ഇപ്പോൾ സ്ഥലത്തിൻ്റെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ വിചാരിച്ചത് നേരത്തെ ഈ AXE എന്ന് പറഞ്ഞ് ആയിട്ട് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ അറിയില്ലായിരുന്നു. തന്നെയാണ് ഈ പറഞ്ഞത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്, ആയിട്ടുണ്ട്. AXE ഇപ്പം അതാണ് ഞാൻ പക്ഷേ അപ്പം ഈ പറഞ്ഞത് അത് കൂടുതൽ സ്ഥലം അവിടെ വേണ്ടി വരും എന്നുള്ളത് നമ്മളൊരു ടോക്കിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ അതും കൂടെ വിളിക്കണം എന്നുള്ളതാണ് നമ്മളതിനെ ആലോചിച്ചത്. പക്ഷേ ഇപ്പം നല്ല ഷട്ടറൊക്കെ ഇപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അത് അത്ര ബുദ്ധിമുട്ടായിട്ട് എനിക്കും തോന്നുന്നില്ല. അതും പരിഹരിക്കപ്പെടാൻ പറ്റുന്നതിലും അങ്ങനെ വലിയ ബുദ്ധിമുട്ട് നമുക്ക് വടകരയിലില്ല. നമ്മളൊന്ന് ആഞ്ഞിറങ്ങിയാൽ ആ തരത്തിലേക്കൊരു നീക്കം എല്ലാ ഭാഗത്തും നമ്മൾ ഒന്നിച്ച് നീങ്ങിയാൽ അത് സാധിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ മീറ്റിങ്ങിൻ്റെ തീരുമാനപ്രകാരം തന്നെ നമുക്കൊരു ഡേറ്റ് കണ്ടുകൊണ്ട് നിങ്ങൾ ഉൾപ്പെടെ നമ്മളൊന്ന് ഇറങ്ങി ഈ ഒരു മാർക്ക് ചെയ്യലും ആ മാർക്ക് ചെയ്യുമ്പം എവിടെയാണോ ബുദ്ധിമുട്ടിൽ അവരെ പേഴ്സണലായിട്ട് പോയി കണ്ട് ഏതൊക്കെ സ്വാധീനം ഉപയോഗിച്ചിട്ട് അവരെ ബന്ധപ്പെടാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് പല സോഴ്സും ഉണ്ടാവില്ല ബന്ധപ്പെടാൻ, അതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അവരുടെ കൂടി സമ്മതപത്രം. ഇനി ചില ആളുകൾ തീരെ പ്രശ്നമുള്ള ആളുണ്ടാകും, അത് നമുക്ക് അന്നേരം നോക്കാന്നേ. ആ തരത്തിൽ വല്ലാണ്ട് ബുദ്ധിമുട്ടാകുന്ന ആളുകളെ നമുക്ക് ആ തരത്തിൽ തന്നെ ശ്രമിക്കാം. ഇനി തുടക്കത്തിൽ നമ്മൾ പോയതിനെക്കാട്ടും ഇപ്പോഴൊരു പോസിറ്റീവ് എന്ന് വെച്ചാൽ അന്ന് ഫുൾ ഫ്രീ സറണ്ടർ മതിൽ പോലും നിർമ്മിച്ച് നടക്കില്ല എന്നുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു. അത് പിന്നീട് മാറി ഇപ്പം അതിലൊക്കെ നിർമ്മിച്ചു കൊടുക്കാം എന്നുള്ളതൊക്കെയാണ് കുറച്ചുകൂടി പോസിറ്റീവായിട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം എളുപ്പമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ തീരുമാനപ്രകാരം തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുക. അത് വടകരയിൽ നിന്ന് തന്നെ നമ്മൾ ഇത് തീരുമാനിക്കുന്നു, തുടങ്ങാൻ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് തീരുമാനിക്കണം. ഇത് തുടങ്ങിയ മറ്റേ റീച്ച് തുടങ്ങുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾ ജില്ലാ വികസന സമിതി യോഗത്തിൽ കളക്ടറോട് പ്രത്യേകം പറഞ്ഞതാണ്, ഒരു കാരണവശാലും ഞങ്ങളെ ഫണ്ട് ഒഴിവാക്കരുത്, രണ്ടാം ഘട്ടം അവിടെ തുടങ്ങണം, അതിൻ്റെ നീക്കങ്ങളൊക്കെ ഞങ്ങൾ നടക്കും, ആ ഫണ്ട് ഒരു കാരണത്തിലും ലാഭസാവരുതെന്ന് നമ്മൾ നേരത്തെ ഉറപ്പ് വാങ്ങിയിരുന്നു. അതുകൊണ്ട് ഈ ഫണ്ട് പോവില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു, നമുക്കത് തുടങ്ങാൻ സാധിക്കുമെന്നുള്ള ഉറപ്പ് നമ്മൾ നേരത്തെ ഒരുപാട് വട്ടം ഇരുന്നതാണ്, സംസാരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഉറപ്പൊന്നും പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ തരത്തിലേക്ക് നമുക്ക് തീരുമാനവുമായിട്ട് പോകാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. അങ്ങനെ തീരുമാനങ്ങളെടുത്ത് നമുക്ക് തിരിയാം, അല്ലേ? ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മാർക്കിങ്ങിൽ പങ്കെടുക്കും. സ്ഥലം നഷ്ടപ്പെടുന്നവരുമായി സംസാരിക്കാനും യോഗം തീരുമാനിച്ചു. ആ വീതി കൃത്യമായിട്ടുണ്ട്. അപ്പം നമുക്ക് 10ഓളം ആളുകളുടെ പെർമിഷനും 10-12 ആളെ പെർമിഷനും കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്നത്ര ഭീകരത മാർക്കറ്റ് റോഡില്ല. പിന്നെ കുറച്ച് ഭാഗം മുനിസിപ്പൽ കെട്ടിടമാണ്, അതിന് വേറെ പൊളിക്കുന്നതിന് തടസ്സമില്ല. അതിൽ നോക്കിയാൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പം മാർക്കറ്റ് റോഡിൽ തടസ്സമുള്ളൂ. നല്ലൊരു ശതമാനം പിന്നെ ഇതിന് അനുകൂലമായ മനസ്സുള്ള ആളുകളാണ്. ചുരുക്കം ചില ഉടമകൾ മാത്രമാണ് പ്രശ്നമുള്ളത്. ഹൈവേ തുടങ്ങുന്നത്, അപ്പോൾ ഇവിടെ നിർത്തി വെച്ചിട്ട് ആട് ഞങ്ങൾ തുടങ്ങുന്നതെന്നുള്ളൊരു വന്നാൽ അത് വീണ്ടും ഒരു പ്രശ്ന സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എല്ലാ കച്ചവട സ്ഥാപന പ്രതിനിധികളെല്ലാം ഓക്കെ, ഓരോ ഭാഗത്തിൻ്റെ യാതൊരു പ്രയാസവുമില്ല. പിന്നെ നേരത്തെ ശൈശമാർ സൂചിപ്പിച്ച പോലെ ജന്മിക്കല്ല പ്രയാസം, അവിടെ കച്ചവടം ചെയ്യുന്ന
ആൾക്കാണ് പ്രയാസം നേരിടുന്നത്. ജമ്മി ഇത് എടുത്തോട്ടെ. റോഡ് യാഥാർത്ഥ്യമാവുന്നതിൻ്റെ നല്ലൊരു ചിത്രമാണ് മുമ്പിൽ വരുന്നത്. ഒരു സന്തോഷമുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ കടക്കാരേക്കാൾ അപ്പുറത്ത് സാങ്കേതികം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രശ്നവും ഇവിടെ ചർച്ച ചെയ്യേണ്ട. ഇതങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങ് പരിഹരിക്കും. അതിനുള്ള ഇടപെടൽ MLA-യും നമ്മളും കൂടി നടത്തിക്കൊള്ളു. നിങ്ങളത് ആടെ ഇങ്ങനെ വേണോ എന്നുള്ള ചർച്ചയൊന്നും വേണ്ട. ഇവിടെ കൺസെന്റ് കിട്ടിയാൽ ഇത് നമ്മളൊരു പോളിസിയല്ലേ, വികസനം എന്ന് പറയുന്നത് നമ്മുടെ പോളിസിയുടെ ഭാഗമാണ്. അതിന്റെ ഭാഗമായി എന്ത് തടസ്സമാണോ വരുന്നത് ഡിപ്പാർട്ട്മെന്റൽ, അത് അങ്ങനെ തന്നെ പരിഹരിക്കും. അത് ഒന്നുകിൽ UG അല്ലെ നിലവിലുള്ളത് അല്ലെ പണ്ട് ആര് എന്നതൊക്കെ അതാത് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ലല്ലോ തീരുമാനിക്കുക. അത് നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങ് തീരുമാനിക്കാം. അപ്പൊ എന്തായാലും അത് സാധ്യമാവും. സ്ഥലം നഷ്ടപ്പെടുന്നവരുടെ മതിലുകൾ പുനർനിർമ്മിക്കാനും വ്യാപാര സ്ഥാപനങ്ങൾ അറ്റകുറ്റപ്പണി നടത്താനും മുൻപ് തീരുമാനമായതാണ്. വടകര റീച്ചിൽ 2.6 കിലോമീറ്ററാണ് റോഡ് പ്രവൃത്തി നടത്തേണ്ടത്. വടകര ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ PK സതീശൻ, കൌൺസിലർമാരായ K നളിനാക്ഷൻ, NK പ്രഭാകരൻ, PKC അഫ്സൽ, CK ശ്രീജിന, നിഷ മിനീഷ്, PT സത്യഭാമ എന്നിവരും KRFP, KSCB, വാട്ടർ അതോറിറ്റി, റവന്യൂ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. Charitra Vivag Bridal Collections by Shobhika Weddings.